സോ ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സ്റ്റാർട്ടിരിക്കുന്നു വിശ്വസിക്കുന്ന എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സ്റ്റാർട്ടിരിക്കാം. ഭയങ്കര എന്താ പറയുക, ഭയങ്കര എക്സൈറ്റ്മെൻറ്റോടു കൂടി അല്ലെങ്കിൽ ചിരിച്ച മുഖത്തോടു കൂടി വീഡിയോ ചെയ്യാൻ തോന്നുന്നില്ല. കാരണം അങ്ങനെ ഒരു കോണ്ടൻ്റാണ് നമ്മളിന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, താമരശ്ശേരിയിൽ ഒരു മകൻ സ്വന്തം ഉമ്മയെ വെട്ടിക്കൊന്ന ഒരു സംഭവം. ഭയങ്കര അത്ഭുതം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ അബൌട്ട് ഡ്രഗ്സ് ഞാൻ തന്നെ ഏകദേശം 4-5 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിലൊക്കെ പറഞ്ഞ സാധനങ്ങൾ തന്നെയാണ് എനിക്ക് ഇതിലും പറയാനുള്ളത്. ഈ ഒരു ആഷിഖ്, അങ്ങനെ എന്താണ് ആ ചെക്കൻ്റെ പേര്, താമരശ്ശേരിയിലുള്ള 23-24 വയസ്സ് പ്രായമുള്ള മകൻ സ്വന്തം ഉമ്മായെ തന്നെ നൊന്ത് പ്രസവിച്ച് നീ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് അറിഞ്ഞിട്ട് പോലും നിന്നെ കൊല്ലാതെ ചല്ല് പുല്ലുപോലെ തിന്നാൻ തന്ന് നിനക്ക് ടൂറ് പോകാനും പൈസ തന്ന് നീ ചോദിക്കുമ്പോൾ നിനക്കിനി ഡ്രഗ് വാങ്ങാൻ തന്നെ ആയിക്കോട്ടെ അതിനും പൈസ തന്ന് നിന്നെ പോറ്റി ഉമ്മാനെ നീ വെട്ടിക്കൊന്നു. റിഗ്രറ്റ് ഒന്നും ഇവരുണ്ടാവില്ല. അങ്ങനെയുള്ള നമ്മൾ ചിന്തിക്കുക പോലും വേണ്ട. ഈ കെട്ടിറങ്ങി കഴിയുമ്പോൾ റിഗ്രറ്റ് വരും, ഇല്ല. ഇനി കെട്ടിറങ്ങുക എന്നുള്ളൊരു സംഭവം ഇല്ല. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ചിലപ്പോൾ നിങ്ങളൊരു ആൽക്കഹോൾ അഡിക്റ്റോ അല്ലെങ്കിൽ ആൽക്കഹോൾ അഡിക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ചെയിൻ സ്മോക്ക് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പിന്നെയും നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു പരിധി വരെയൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഡ്രഗ്സ്, ഈ പറയുന്ന ലഹരി, MDMA ആണെന്നുണ്ടെങ്കിലും സ്റ്റിക്ക്, സ്റ്റോണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ വരുന്നുണ്ടല്ലോ, സ്റ്റാമ്പ്, അങ്ങനെയുള്ള കുറേ ഇതുപോലെ പല കെമിക്കൽസ്, പല ലിക്വിഡുകൾ, അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുമ്പം അല്ലെങ്കിൽ അതിനൊരു അഡിക്റ്റായി കഴിയുന്ന സമയത്ത് അതിൽ നിന്നൊരു തിരിച്ചുവരവ് എന്ന് പറയുന്ന സാധനം ഇല്ല. മനസ്സിലായില്ലേ? നിങ്ങൾ ഡി അഡിക്ഷനിൽ കൊണ്ടിട്ടിട്ട് മരിക്കുന്നത് വരെ ഡി അഡിക്ഷനിൽ കൊണ്ടിടുകയാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഓക്കെ. അവിടെ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇപ്പോൾ ഡി അഡിക്ഷനിലാണെന്നുണ്ടെങ്കിലും അവരെ നമ്മുടെ അടുത്ത് വളരെ കൃത്യമായി പറയും, ഇറങ്ങുന്ന സമയത്ത് ഇനി ഒരു പ്രാവശ്യം, അതായത് 3, 4, 5, 6 മാസങ്ങളോളം അവരവിടെ മെഡിസിൻസും കൗൺസിലിങ്ങും എക്സസൈസും അതൊക്കെ കൊടുത്ത് ഇവരെ ബാക്ക് ടു നോർമൽ ലൈഫിലേക്ക് ഒരു 6-7 മാസമൊക്കെ ഡ്രഗ് യൂസ് ചെയ്യാതെ അങ്ങനെ നോക്കിയിട്ട് പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞ ശേഷം ചെറിയൊരു ഡോസ് പോലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ നിന്ന് പോവും എന്നവർ പറയും. ഡി അഡിക്ഷനിലുള്ള ഡോക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിലും സൈക്കാട്രിസ്റ്റുമാരാണ്, അവർ പറയും അങ്ങനെയാണ് എന്നുള്ളത്. അപ്പം ഈ ചെക്കനെ, ആഷിഖ് എന്ന് പറയുന്ന പയ്യനെ ഡി അഡിക്ഷനിലൊക്കെ നേരാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എല്ലാവർക്കും, ഈ കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് കേട്ടിട്ടില്ലേ, എല്ലാ അമ്മമാർക്കും അല്ലെങ്കിൽ അച്ഛനമ്മമാർക്കും മക്കളെന്ന് പറഞ്ഞ ജീവനായിരിക്കും. അവരിനി എന്ത് തെണ്ടിത്തരം കാണിച്ചാലും എന്ത് തെണ്ടികളാണെന്ന് പറഞ്ഞാലും അച്ഛനേക്കാൾ കൂടുതൽ ചിലപ്പോൾ അമ്മമാർക്ക് മക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ടേ ഒരു ലോകം ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പം ഇവന്റെ കാര്യത്തിലേക്ക്, ആഷിഖിന്റെ കാര്യത്തിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവനെ ഡി അഡിക്ഷനിൽ കൊണ്ടിടുന്നു. ആ ഉമ്മ ഒരു ക്യാൻസർ സർവൈവറാണ്. ട്യൂമർ ഉണ്ടായിട്ട് അത് സർവൈവ് ചെയ്തിട്ട് അതിൻ്റെ സർജറിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് സ്വന്തം അനിയത്തിൻ്റെ വീട്ടിലേക്ക് റെസ്റ്റ് വേണം എന്നങ്ങനെ ഉള്ളത് കൊണ്ടായിരിക്കും അനിയത്തിൻ്റെ വീട്ടിലേക്ക് വരികയും അങ്ങനെ ഉമ്മാനെ കാണാൻ വേണ്ടി ആഷിഖ് ടൂറൊക്കെ കഴിഞ്ഞ് വന്നതാണ്. അപ്പം അനിയത്തി, മരിച്ചു പോയിട്ടുള്ള ഉമ്മാൻ്റെ അനിയത്തി പറയുന്നുണ്ട്, അങ്ങനെ അസ്വാഭാവികമായിട്ടുള്ള ബിഹേവിയറും കാര്യങ്ങളും ഒന്നും ആഷിഖിന്റെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടില്ല. നോർമലി എപ്പോഴും എങ്ങനെയാണോ ആളുണ്ടാവുന്നത് അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. വരുന്നു, അപ്പം ഗേറ്റ് അടയ്ക്കേണ്ടെന്ന് ആഷിഖിന്റെ ഉമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ അത് ഗേറ്റ് തുള്ളി വരും. അപ്പം അങ്ങനെ എന്തെങ്കിലും പറ്റിപ്പോകണ്ട. നിങ്ങൾ ആ ഉമ്മാന്റെ ഒരു ഇത് നിങ്ങൾ ആലോചിച്ച് നോക്കണം, അല്ലേ? ആ ഉമ്മാനെയാണ് ഇവൻ വെട്ടിക്കൊന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് ഗേറ്റ് ക്ലോസ് ചെയ്യേണ്ട, കുറച്ച് കഴിഞ്ഞ് ക്ലോസ് ചെയ്തോളൂ, ഇനിയിപ്പം ചിലപ്പം വരില്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ച് ക്ലോസ് ചെയ്യാൻ പോകുമ്പോൾ ഇവൻ വരുന്നു. ഭക്ഷണം ഇനിയിപ്പം നമ്മൾ ഉണ്ടായിട്ട് അവന് ഭക്ഷണം കഴിക്കാണ്ടിരിക്കണ്ട, നമുക്ക് വേഗം ഭക്ഷണം കഴിച്ച് എണീക്കാമെന്ന് പറഞ്ഞ് ഇവരെണീക്കുന്നു. ചല്ല് പുല്ല് പോലെ ഈ നാറി തിന്നുപോയി കിടന്നുറങ്ങുന്നു. ഈ ഉമ്മാൻ്റെ അനിയത്തിയാണെന്നുണ്ടെങ്കിൽ രാവിലത്തേക്കുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടാണ് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കാണ് അറിയുന്നത്, ഇങ്ങനെ അടുത്തുള്ളവരൊക്കെ വിളിച്ചു പറയുമ്പോഴാണ് അറിയുന്നത്
സ്വന്തം ചേച്ചീനെ ഇങ്ങനെ മകൻ വെട്ടിക്കൊന്നിട്ടുണ്ട് എന്നുള്ളത്. ഇവൻ ആദ്യം പറഞ്ഞത് ഉമ്മാനെ വെട്ടിക്കൊലപ്പെടുത്താനുള്ള കാരണം എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് ഞാൻ ഉമ്മാക്ക് കൊടുത്തത് എന്നുള്ളതാണ്. ശരി തന്നെയാണടാ, നിന്നെ ഒന്നും ജനിപ്പിക്കാനേ പാടില്ലായിരുന്നു അല്ലേ? ആ ഉമ്മാക്ക് ഇത് ആദ്യത്തെ അറ്റംപ്റ്റ് അല്ല പോലും. തിളക്കുന്ന വെള്ളം പിന്നെ മുഖത്തൊഴിച്ചതും അതുപോലെ തന്നെ അങ്ങനത്തെ എന്തൊക്കെയോ ഇഷ്യൂസ് ഇവൻ മുന്നേയും ഈ ഉമ്മാനെ കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അന്ന് കൊന്നു തള്ളായിരുന്നില്ലേ ഇവനെ? നിങ്ങളെ മേത്ത് എന്ന് മോൻ്റെ കൈ പൊങ്ങിയോ അന്ന് ഓനെ കൊന്നു കളയായിരുന്നില്ലേ? നിങ്ങൾക്ക് ജന്മം നൽകിയ നിങ്ങൾക്ക് അതിനെ കൊന്നു കളയായിരുന്നില്ലേ? ആരും നിങ്ങളെ കുറ്റപ്പെടുത്തൂലായിരുന്നു. സീരിയസ്ലി അന്ന് കൊല്ലണമായിരുന്നു അല്ലേ ഇവനെ? എന്നാൽ ആ ഉമ്മ ഇന്ന് ജീവനോടെ ഉണ്ടായേനെ, ഈ നാറീനെ കൊന്നിട്ടുണ്ടായിരുന്നെങ്കിൽ. അത് കഴിഞ്ഞിട്ട് ഇവൻ ഇപ്പം പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ പൈസ ചോദിച്ചപ്പോൾ തന്നിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ സ്വത്ത് വിൽക്കാൻ വേണ്ടി ഉമ്മാനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിനും തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നിന്റെ അല്ലടാ, നീ പണിക്കും പോയിട്ട് നീ ഉണ്ടാക്കിയതാണോ അത്? അല്ല, നീ പിന്നെ ഈ പണിക്ക് പോയ പൈസയിൽ ഉമ്മാനെ കൊടുത്തിട്ട് അത് തിരിച്ചു ചോദിച്ചതാണോ? അല്ലല്ലോ. ആണോ ഉളുപ്പില്ലാത്തവനെ, ചെറ്റേ നാറി? ഞാൻ പറയട്ടെ, ഇപ്പം നമ്മുടെ ഷാരോൺ വധക്കേസിലുള്ള ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ കിട്ടി എന്നൊക്കെ ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എത്രയും പെട്ടെന്ന് നടപ്പിലാക്കട്ടെ. ഇവനെയും തൂക്കിക്കൊല്ലണം, മനസ്സിലായില്ലേ? ഇവനെ നിങ്ങൾ പോലീസിൽ ആരും അറിയാണ്ട് ഇവന് വേദന എന്താണെന്ന് അറിയും വേണം, അതിനെ തൂക്കിക്കൊല്ലും വേണം. പെരക്കിയിടണം അവനെ, മനസ്സിലായില്ലേ? വേദന എന്താ ഇവന്റെ ആ കെട്ട് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയെന്ന് തോന്നുമ്പം തച്ച് തുറപ്പിക്കണം, തൂക്കിക്കൊന്നേക്കണം അതിനെല്ലാം. ഇവനൊക്കെ നാട്ടിലൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്, കുറെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ എന്നിട്ടും ഇവര് ചിലപ്പം പോലീസുകാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. ഇപ്പോൾ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്ത് മുന്നത്തെ ഒരു ന്യൂസ് ഞാൻ അനന്തുവിന്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. CCTV വെച്ചതിന് ഡ്രഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർ വന്ന് ആ വീടുടമേന്റെ കാറ് തല്ലി പൊളിച്ചു. അതുപോലെ തന്നെ പിന്നെ വീട്ടിലേക്ക് കല്ലേറ് കാര്യങ്ങളൊക്കെ. അന്ന് പോലീസുകാർ വന്നപ്പം ഇവർ കുറെ നായനെ അയച്ചു വിട്ടു. ഈ ഡ്രഗിന്റെ ടീം 10-15 ആൾക്കാർ കയ്യിൽ കൊടുവാളും വെച്ച് പോലീസിനെ, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോലീസുകാർ മനുഷ്യന്മാരാണ്, സൂപ്പർ പവറുള്ള ആൾക്കാരൊന്നുമല്ല. അവർക്കും ജീവനിൽ പേടിയുണ്ടാവും. എന്ത് ഈ നായ്ക്കളെ ചെയ്യേണ്ടത് അല്ലേ? ഈ ഡ്രഗ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡ്രഗ് വിൽക്കുന്ന ആൾക്കാരെ ഒക്കെ പിടിച്ച് ജയിലിലാക്കാൻ തൂക്കിക്കൊല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 10 കൊല്ലേണ്ടി വരും. അല്ലെങ്കിൽ ഒരു പുതിയ ജയില്, ഏക്കറുകൾ കണക്കിനുള്ള ഒരു പുതിയൊരു ജയിൽ ഉണ്ടാക്കേണ്ടി വരും. അതിനും മാത്രം ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. കൈവിട്ടു പോയ അവസ്ഥയാണ് ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ഇപ്പം നമ്മൾ പറയും ചിലപ്പോൾ മുന്നേക്കെ ആണെങ്കിൽ സിഗരറ്റ് വലിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സ്മെല്ല് വരും, മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ പോലും സ്മെല്ല് വരും. ഈ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഒരു എന്തായിരുന്നു അതിൻ്റെ പേര്, കൂൾ ലിപ്പ്, അതിന് പോലും ചെറിയ രീതിയിലുള്ള സ്മെല്ല് കാര്യങ്ങൾ വരും. അങ്ങനെ സ്മെല്ലിലെങ്കിലും നമുക്ക് പിടിക്കാൻ പറ്റും. ഇപ്പം വരുന്ന ഒരുപാട് ഈ ലഹരി പദാർത്ഥങ്ങളിൽ ഒരു സ്മെല്ലും വരില്ല. നമുക്ക് ഒരു രീതിയിലും അങ്ങനെ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്, പല രീതിയിൽ ഇറങ്ങുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് അല്ലേ? സീരിയസ്ലി എനിക്കിപ്പം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ വീട്ടിലായാലും ചർച്ച ചെയ്യുന്ന കാര്യമാണ്. അമ്പുടും എല്ലാം വളർന്ന് വലുതാവുക എന്ന് പറയുന്നത് ഏറ്റവും ഒരു പേടിയുള്ളൊരു കാര്യമാണ് നമുക്ക്. ശരിയാണ്, നമ്മൾ അങ്ങനെ നോക്കില്ല എന്നല്ല. പക്ഷെ ഇവൻ എപ്പോഴും നമുക്ക് ആ കുട്ടീൻ്റെ പിന്നാലെ പോകാൻ പറ്റില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ നോക്കുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നല്ലാണ്ട് ഇപ്പം ഇവനെയാണെങ്കിലും ആഷിക്കിനെയാണെന്നുണ്ടെങ്കിലും പഠിക്കാൻ വിട്ട സമയത്തുള്ള ഫ്രണ്ട് സർക്കിളിൽ നിന്നാണ് ഇവൻ ഈ പറയുന്ന ഡ്രഗും കാര്യങ്ങളും ഒക്കെ ഉപയോഗിച്ചു തുടങ്ങിയത് എന്ന് പറയുന്നു. കൂട്ടുകെട്ടുകളാണ് എല്ലാത്തിനും കാരണം, മനസ്സിലായില്ലേ? നിങ്ങളോട് പറയും വെറുതെ അതൊന്നും പ്രശ്നമൊന്നുമില്ലടാ, ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാലൊന്നും നോ സീൻ ബ്രോ, യൂസ് ഇറ്റ് എന്നൊക്കെ പറയും. നമുക്ക് മറ്റേ രാജാവാം, പൂന്തോട്ടം കാണാം, നീ വിചാരിച്ച കാര്യങ്ങളൊക്കെ സാധിക്കാം, ഭയങ്കര ധൈര്യമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവര് ഈ ഡ്രഗ് യൂസ് ചെയ്യാൻ മൂന്നാമതൊരാളെ അല്ലെങ്കിൽ രണ്ടാമതൊരാളെ പ്രേരിപ്പിക്കുന്നത്.
അത് കേട്ട് ഒരു ഇൻട്രസ്റ്റിന്റെ പുറത്ത് തുടങ്ങും. നല്ല ഭംഗി, നല്ല രസം ഉണ്ടാകും, കുറച്ച് സമയത്തേക്ക് നല്ല രസമായിരിക്കും, നമ്മൾ തന്നെയാണ് രാജാവ് എന്നൊക്കെ നമുക്ക് തോന്നും. പിന്നെ അത് ഉപയോഗിച്ച് അതില്ലാതെ പറ്റില്ല. അല്ലെങ്കിൽ ഈ സാധനം ആദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ആരാണോ ഇതിന് പ്രോത്സാഹിപ്പിക്കുന്ന ഐറ്റിങ്ങൾ നിങ്ങൾക്ക് ഫ്രീ തരും, പിന്നെ തരില്ല. പിന്നെ ഈ പൈസ ഉണ്ടാക്കാൻ വേണ്ടി കണ്ടവനെ കൊല്ലാനും കുത്താനും പിന്നെ എന്ത് തണ്ടിത്തരത്തിലും ഇവർ നിൽക്കും. കാരണം ഇവർക്ക് ഇത് വേണം, ഈ സാധനം വേണം, ഇതില്ലാണ്ട് ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഒരു ഉമ്മാനെയൊക്കെ കൊന്നു കളയാന്ന് വെച്ചാൽ നിങ്ങൾ ഈ 2025 നിങ്ങൾ ഒരുത്തൻ കഞ്ചാവ് അടിച്ചിട്ട് 3 ആളെ കൊല്ലുന്നു. എന്തൊക്കെ എനിക്ക് ഞാൻ പറയട്ടെ, എന്തെങ്കിലും ഫണ്ണി ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എനിക്ക് ഭയങ്കര സർക്കാസം പോലെ സംസാരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടോ എന്ന് നോക്കാനാണ് ഞാൻ പൊതുവെ ഇപ്പം യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും എടുക്കാറുള്ളത്. എവിടെയും കാണാനില്ല. എവിടെ നോക്കിയാലും ഇങ്ങനത്തെ ഓരോ സാധനങ്ങളാണ്. അതിനേക്കാളും വലിയ ഇത് ഇവനെ പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോകുന്ന സമയത്താണെന്ന് തോന്നുന്നു മാധ്യമങ്ങൾക്ക് ഇവനൊരു ഉമ്മ കൊടുക്കുന്നുണ്ട് ഇവനെ റെക്കോർഡ് ചെയ്യുമ്പോൾ. അപ്പൊ തന്നെ ഇങ്ങനെ വീട് പിടിച്ച് ചുളുക്കേണ്ടി ഉണ്ടായിരുന്നാണ് ഞാൻ പറയുന്നത്. പോലീസുകാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്ക് തല്ലാനുള്ള പെർമിഷനോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ അത് മീഡിയയിൽ വന്നിട്ട് അത് വേറെ രീതിയിലായിട്ട് അതിന് അടുത്ത പിന്നെ അങ്കലാപ്പിൽ പൊല്ലാപ്പിൽ നിൽക്കാൻ പറ്റില്ല എന്ന് വെച്ചിട്ടാണ് പോലീസുകാർ മനുഷ്യന്മാരാണ്, ഇവർക്കും തോന്നും ഇതിൻ്റെ ഇങ്ങനെ വീട് പിടിച്ച് കൂത്തി അങ്ങോട്ട് ഇതാക്കണം തോന്നും. പക്ഷെ നടക്കില്ല എന്നുള്ളതാണ്. ദയവ് ചെയ്തിട്ട് വെളിവില്ലാതെ ചെയ്തതാണെന്നോ അല്ലെങ്കിൽ ലഹരിയുടെ പുറത്ത് അങ്ങനെയൊന്നും പറഞ്ഞ് ഇതിനെ വെറുതെ വിടരുത്. കാരണം ഇത് പോയിട്ട് ആ ഉമ്മാന്റെ അനിയത്തിനെയും കൂടെ കൊല്ലും. ആ വീട് എൻ്റെ പേരിൽ എഴുത്താന്ന് പറഞ്ഞിട്ട് അതിനെ കൊന്നേക്ക്. ദയവ് ചെയ്തിട്ട് പിന്നെ കോടതിയോട് ഇപ്പോൾ ഉള്ള ആൾക്കാർക്കുള്ള പുച്ഛ മനോഭാവം മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിയമങ്ങൾ ഒന്ന് സ്ട്രോങ് ആക്കിയേ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്കും കൂടി ജീവിക്കണ്ടേ. ദയവ് ചെയ്തിട്ട് കൊന്നു കളഞ്ഞേക്കണേ. ഉമ്മാനെയൊക്കെ കൊന്ന ഈ മകനെയൊന്നും നിങ്ങൾ വെറുതെ വിടരുത്. ഈ നാറിനൊന്നും വെറുതെ വിടുകയേ ചെയ്യരുത്. ഈ ഡ്രഗ്സ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇനി യൂസ് ചെയ്യാൻ പ്ലാൻ ഉള്ള ആൾക്കാരോടാണ് നിങ്ങൾ ഇതൊക്കെ കാണണം മക്കളെ. മനസ്സിലായില്ലേ? നിങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കുന്ന പാരൻസിന് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും എന്താ പറയാ വൃത്തികെട്ട ഒരു ശിക്ഷയാണത്. ദയവ് ചെയ്തിട്ട് സേ നോ ടു ഡ്രഗ്സ് ചെയ്യരുത്. ആര് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ദയവ് ചെയ്തിട്ട് ഡ്രഗിന്റെ പിന്നാലെ പോകാൻ വേണ്ടി നിൽക്കരുത്. നിങ്ങൾക്ക് ഒരിക്കലും അത് നല്ലത് ചെയ്യില്ല. ട്രസ്റ്റ് മീ, നല്ലത് ചെയ്യൂല. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് നല്ല നിലയിലെത്തിയ ആരെങ്കിലും? ഇല്ല, നിങ്ങൾക്ക് എവിടെയും കാണാൻ പറ്റില്ല. ഒന്നും ഈ ഡ്രഗ് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സാധനവും തരില്ല മക്കളെ. നിങ്ങൾ ദയവ് ചെയ്തിട്ട് അത് മനസ്സിലാക്കുക.